നമ്മുടെ ടെറസിൽ മാവ് കൃഷി നടത്താമെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും പറഞ്ഞ ഒരു ഇനമാണ് കാലപ്പാടി. അപ്പോൾ നമ്മുടെ കാലപ്പാടിയിൽ ഇത്തവണ 3 മാങ്ങകൾ വലുത് കായ്ച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ചെറിയ പൂക്കളും എല്ലാം ആയിട്ട് നിൽക്കുകയാണ്. ഇത് നിറച്ച് പൂത്തിരുന്നു, പക്ഷേ പൂക്കളെല്ലാം പോയിട്ട് ആകെ 3 പിടിച്ചുള്ളൂ. ഒരു കുലയിൽ ഒരെണ്ണം വെച്ചാണ് പിടിച്ചത്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇപ്പോൾ 2-2.5-3 വർഷത്തോളം ആയ ഒരു ചെടിയാണ്. നമ്മളൊരു 50 ലിറ്ററിൻ്റെ വീപ്പയിലാണ് നട്ടത്. അപ്പം മണ്ണും ചകിരിച്ചോറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നട്ടു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, മാവിന് അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട്, നിറച്ച് പൂക്കളാണ്. അപ്പോൾ ഒരു മുറ്റത്തും വീട്ടിലൊക്കെ നടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇനം ഏതാണെന്ന് ചോദിച്ച് നമ്മൾ യൂട്യൂബിലെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏറ്റവും ബെസ്റ്റ് കാലപ്പാടി തന്നെയാണ്. എപ്പോഴും നമുക്കൊരു കാലപ്പാടി ഇനം വേണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു ഇനമാണ്. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്തതിന് നല്ല മനോഹരമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ പൂവുണ്ട്, കായുണ്ട്, വളരെ നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇതും വളരെ നന്നായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നല്ലൊരു കലപ്പാടീനെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൂക്കുകയും കായ്ക്കുകയും എല്ലാം ചെയ്തുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, 3ഓളം മാങ്ങകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മാവ് വളരെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ടെറസ് കൃഷി നടത്തുവാണെങ്കിൽ എല്ലാവരോടും ഞാൻ പറയുന്നത്, ഒരു കാലപ്പാടി എന്ന് പറഞ്ഞ ഇനം വളരെ നല്ല ഫ്ലഷി ആയിട്ടുള്ള മാങ്ങയാണ്. അത് കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതാണ് നമ്മുടെ മാങ്ങ. ഓക്കെ.